എല്ലാ പ്രേക്ഷകർക്കും ഡബിൾ വോയിസ് ഈസി കുക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഈസി കുക്കിൽ ഇന്ന് ചെയ്യാൻ പോകുന്ന ഡിഷ് എന്ന് പറയുന്നത് ഒരു മഷ്റൂമിൻ്റെ ഡിഷാണ്. മഷ്റൂം വളരെ രുചികരമായ ഒരു ഡിഷാണ്. അതുകൊണ്ടൊരു നമ്മൾ ഒരു പെപ്പർ ഫ്ലേവറിലുള്ള ഒരു മഷ്റൂമാണ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ചേരുവകൾ നമുക്ക് പരിചയപ്പെടാം. മഷ്റൂം നമുക്ക് ഫ്രഷ് മഷ്റൂം കിട്ടും, ടിന്നി കിട്ടും. നമ്മളിത് ടിന്നി കിട്ടിയ മഷ്റൂമാണ്. ഫ്രഷായിട്ട് ഇട്ടുവാണെങ്കിൽ അങ്ങനെ നല്ലതാണ്. സവോള പൊടിയായിട്ട് അരിഞ്ഞത്, തക്കാളി അരിഞ്ഞത്, പച്ചമുളക് അരിഞ്ഞത്, ഉപ്പ്, കുരുമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, റീഫൈൻഡ് ഓയിൽ, ഇവയാണ് നമ്മുടെ ഇന്നത്തെ വേണ്ട ചേരുവകൾ. ആദ്യമേ നമുക്ക് ഒരു ഫ്രൈ പാനിനകത്തോട്ട് അല്പം എണ്ണ ഒഴിക്കാം. അതിലേക്ക് വെളുത്തുള്ളി, നമ്മൾ നോൺ വെജ് ചെയ്യുന്നതിന് അത്രയും വെളുത്തുള്ളി ചേർക്കേണ്ട കാര്യമില്ല. വെജിറ്റേറിയനൊക്കെ ചെയ്യുമ്പോഴത്തേക്ക്, പ്രത്യേകിച്ച് മഷ്റൂമൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ മീറ്റോ അല്ലെങ്കിൽ ഫിഷൊക്കെ ചെയ്യുമ്പോൾ കൂടുതൽ വെളുത്തുള്ളി ചേർക്കും. അല്പം ഇഞ്ചി, അതിലേക്ക് സവോള. അപ്പോൾ നമ്മൾ ചൂടായ എണ്ണയിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും സവോളയൊക്കെ സോട്ട് ചെയ്തു. അതിലേക്ക് പച്ചമുളക്, ഇനി ചേർക്കാനുള്ള തക്കാളിയാണ്. അടുത്ത കുരുമുളകാണ്. ഇനി ചേർക്കേണ്ട നമ്മുടെ മെയിൻ ചേരുവയായ മഷ്റൂമാണ്. ബട്ടൺ മഷ്റൂമാണ് നല്ലത്. അപ്പം ഒരു പ്രത്യേക രുചിയാണ് ബട്ടൺ മഷ്റൂമിന്. ഇനി അല്പം ഉപ്പ് ചേർക്കുക. അപ്പോൾ എല്ലാ ചേരുവകളും ചേർത്ത് കഴിഞ്ഞു. ഇനി നന്നായിട്ടൊന്ന് സോട്ട് ചെയ്താൽ നമുക്കിത് സെർവ് ചെയ്യാനായിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് 3 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാവുന്ന ഡിഷ് ആണ് ഈ മഷ്റൂം, പെപ്പർ മഷ്റൂം. അപ്പോൾ പെപ്പറിൻ്റെ ഫ്ലേവറും ആണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. വളരെ രുചികരമായ ഒരു ഡിഷാണ് മഷ്റൂം. അപ്പോൾ തന്നെ വീട്ടിലൊക്കെ ഇപ്പം മഷ്റൂമൊക്കെ പലരും കുക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. വെജിറ്റേറിയൻ ഇഷ്ടപ്പെടുന്നവർക്ക് മഷ്റൂമൊക്കെ അവരുടെ ഇപ്പോൾ ചപ്പാത്തിയുടെ കൂടെ അല്ലെങ്കിൽ ഈ റൊട്ടിയോ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെയൊക്കെ നല്ലൊരു ഡിഷായിരിക്കും. അല്ല ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ ചില്ലി മഷ്റൂം അല്ലെങ്കിൽ മഷ്റൂം മഞ്ചൂരിയനൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ അങ്ങനത്തെ ഡിഷുകളൊക്കെ നമുക്ക് ഊട്ടുപുരയിൽ കൂടി അപ്പോൾ അങ്ങനത്തെ ഡിഷൊക്കെ നമുക്ക് ഈസി കുക്കിൽ കൂടി കാണാം. അപ്പോൾ നമ്മുടെ ഡിഷ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആദ്യമേ അല്പം പെപ്പർ ചേർത്തായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ഫിനിഷിംഗ് സ്റ്റേജിൽ അല്പം പെപ്പർ കൂടി ചേർക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഡിഷ് റെഡിയായി കഴിഞ്ഞു. അങ്ങനെ ഇന്നത്തെ ഡിഷായ മഷ്റൂം, പെപ്പർ മഷ്റൂം റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. സെർവ് ചെയ്യാനായിട്ട് ഒരു പ്ലേറ്റിലേക്ക് എടുക്കാം. സ്റ്റവ് ഓഫ് ചെയ്യാം. നല്ലൊരു സ്നാക്കാണ് ഇന്നത്തെ ഈ പെപ്പർ മഷ്റൂം. ചപ്പാത്തിയൊക്കെ കൂടെ ഞാൻ മുമ്പേ പറഞ്ഞുകൊണ്ട് ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാവുന്നതാണ് ഈ മഷ്റൂം. പെപ്പറിൻ്റെ എരിവും ഇഞ്ചിയും വെളുത്തുള്ളിയുടെയൊക്കെ രുചിയൊക്കെ ആകുമ്പോഴത്തേക്ക് മഷ്റൂമിന് ഒരു ആറ് ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇതുപോലത്തെ വ്യത്യസ്തങ്ങളായ എളുപ്പം ചെയ്യാവുന്ന രുചികരമായ ഡിഷുകളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് നൈറ്റ്.